നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം വീണ്ടും പാങ്ങോട് SHO ഈ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന് തലേ ദിവസം ഈ വെഞ്ഞാറമൂട് SHOയ്ക്ക് മുന്നിലാണ് ശരിക്കും ഷെമി യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിന് പിന്നാലെ പാങ്ങോട് SHO മൊഴി എടുത്തിരിക്കുന്നു. ആ മൊഴിയിലും കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പിൽ എന്തൊക്കെയാണ് ഷെമി പറഞ്ഞിരിക്കുന്നത്? ഷെമി ഇതിനു മുൻപ് പറഞ്ഞ മൊഴി തന്നെയാണ് ഇപ്പോൾ പാങ്ങോട് SHOയ്ക്ക് മുന്നിലും ആവർത്തിച്ചിരിക്കുന്നത്. അഫാൻ തന്നെയാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനു മുന്നത്തെ മൊഴിയിലൊക്കെ ഷെമി ആവർത്തിച്ചിരുന്നത് അഫാൻ ഇതില് പങ്കില്ല, അഫാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയായിരുന്നു. പിന്നീടാണ് ഓരോ ഘട്ടങ്ങളിലായുള്ള മൊഴിയെടുപ്പിലൊക്കെ കൃത്യമായ രീതിയിൽ ഷെമി പോലീസിനോട് പ്രതികരിച്ചു തുടങ്ങിയത്. അപ്പോൾ വീണ്ടും ആ ഒരു മൊഴിയെ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചത്. അതായത് ഷെമി പറയുന്നുണ്ട്, സംഭവ ദിവസം രാവിലെ തന്നെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷോളിൽ പിടിച്ചിട്ട് ഉമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും ഓർക്കുകയും വേണമെന്ന് പറഞ്ഞ് എന്നാണ് ഷെമി പറയുന്നത്. അതിനുശേഷമായിരുന്നു ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞ ഉടനെയായിരുന്നു കഴുത്തിൽ ഷോൾ മുറുക്കുന്നത് പോലെ തോന്നി, ഉടൻ തന്നെ തന്റെ ബോധം നഷ്ടമായി എന്നാണ് ഷെമി പറയുന്നത്. അപ്പോ അതിനുശേഷം ഷെമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവതിയൊന്നുമല്ല. അതിനുശേഷം പ്രവേശിപ്പിച്ചു. വെഞ്ഞാറമൂട് പോലീസിനോട് എന്ത് പറഞ്ഞു അത് തന്നെയാണ് പാങ്ങോട് പോലീസിനോടും പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 3 കേസുകളാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് 3 സ്റ്റേഷനുകളായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാങ്ങോട് പോലീസ്, അതുപോലെ കിളിമാനൂർ പോലീസ്, അതുപോലെ തന്നെ വെഞ്ഞാറമൂട് പോലീസ്. അപ്പോ ആ മൊഴിയെടുപ്പൊക്കെ ഇപ്പൊ നടക്കുകയാണ് തകൃതിയായിട്ടും. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഷെമി പറഞ്ഞത്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെമിക്ക് വീണ്ടും ഒരു ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ആശുപത്രി വിട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും മറു ദിവസങ്ങളിലൊക്കെ തുടർ ചികിത്സ ലഭ്യമാക്കുമെന്നൊക്കെ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഷെമിയെ ഇപ്പോൾ വെഞ്ഞാറമൂടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ ഫിസിയോതെറാപ്പിയും മറ്റുമൊക്കെ ഷെമിക്ക് കൊടുക്കുന്നുണ്ട്. ഷെമിയുടെ കഴുത്തിനൊക്കെ സ്വാധീനക്കുറവുണ്ട്. അപ്പോൾ എഴുന്നേൽപ്പിച്ച് ഇരിക്കാനുള്ള ഒരു ബാലൻസിങ് ഒന്നുമില്ല. ഒരു 2-3 പേരുടെ ഒക്കെ സഹായം എന്തായാലും ആവശ്യമാണ്. കാരണം ഒരു കാലിന്റെ ബാലൻസിങ് ഇല്ല. അപ്പോൾ എഴുന്നേൽപ്പിച്ച് നിർത്തി ഒരു നിമിഷം ഒന്ന് കൈ ഇട്ടാൽ പോലും നിലത്തേക്ക് വീഴുന്ന ഒരു അവസ്ഥയെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അപ്പോ ഇപ്പൊ കുറച്ച് ലിക്വിഡ് പരുവത്തിലൊക്കെയാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിക്കാനായിരുന്നാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓർമ്മകളൊക്കെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പലതരത്തിലും ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഈ ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചറിയുമ്പോഴൊക്കെ ഡിപ്രഷൻ മൈൻഡിലേക്ക് ഷെമി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഷെമിയെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര്. നമുക്ക് ചിന്തിക്കാവുന്ന ഡിപ്രഷൻ എന്തുമാത്രം ഉണ്ടാകുന്നു. കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ അതെല്ലാം നേരിൽ കണ്ട് നേരിൽ അനുഭവിച്ച ഒരു മനസ്സും ആ ഒരു വ്യക്തിയുമാണ്. അപ്പൊ എന്തുമാത്രം ഡിപ്രഷനിലൂടെ ആയിരിക്കും അവർ ഇപ്പൊ മാനസികമായിട്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും ഇപ്പൊ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് മകൻ നഷ്ടമായി, മറ്റൊരു മകനെ രക്ഷിക്കണം, അവന് അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും ഇപ്പൊ ഷെമിയുടെ. അതെ, ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത്. അപ്പോൾ എന്തായിരുന്നാലും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റു പല ആശുപത്രികളുമൊക്കെ ഇവര് നോക്കിയിരുന്നുവെങ്കിലും പക്ഷെ അവിടെയൊക്കെ ഭീമമായ തുകയാണ് ഷെമിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഈ വെഞ്ഞാറമൂടുള്ള ഈ സെന്ററിലേക്ക് ഇവർ എത്തിയത്. ഇവിടെ ചികിത്സയൊക്കെ താമസമൊക്കെ അവർക്ക് സൗജന്യമായാണ് നൽകുന്നത്. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇനിയുള്ള നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോ മറ്റു പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഷെമിയുടെ തന്നെ മൊഴി അത് ആവർത്തിക്കുന്നുണ്ട്. അപ്പോ ഷെമിയുടെ ഇപ്പൊ നൽകിയിരിക്കുന്ന മൊഴിയൊക്കെ ഈ കേസ് അന്വേഷണത്തിന് ബലം നൽകുന്നതാണ് ഇപ്പൊ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം പലപ്പോഴും മൊഴിയൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ഷെമിയാണ് ഇപ്പൊ അഫാനെ തന്നെ വെട്ടിലാക്കുന്ന രീതിയിൽ ഇപ്പോൾ മൊഴി കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആ മൊഴിയിൽ തന്നെ വീണ്ടും ഉറച്ചു നിൽക്കുകയാണ് ഷെമി. പക്ഷെ കോടതിയിൽ എത്തിക്കുമ്പോൾ ഈ മൊഴി മാറ്റി പറയുമോ എന്നതും ഒരു ആശങ്ക തന്നെയാണ്. അതിന്റെ സാഹചര്യം ഇല്ലല്ലോ. കാരണം ഇപ്പോ ശരിക്കുമുള്ള കാര്യങ്ങൾ പറയാമെങ്കിൽ ഇനി എന്തിനൊരു മൊഴി മാറ്റം, അതിന്റെ ആവശ്യം അതിന്റെ സാഹചര്യം ഉണ്ടാവും തോന്നുന്നില്ല. ആശങ്കയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, ഇപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ മൊഴി മാറ്റില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഷെമി എന്താണ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഷെമി ഇത്രയും നാളും മകനെതിരെ മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല. മകനെ രക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ആയിരുന്നു. ആ ലക്ഷ്യം കോടതിയിൽ ആവർത്തിക്കുമോ എന്നതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അങ്ങനെ ഒരു തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ഇപ്പോ ഈ സെന്ററിലേക്ക് പോലീസ് നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും കാണാൻ വരികയാണെങ്കിലൊക്കെ അവർക്ക്
നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ രാസപരിശോധനാ ഫലമൊക്കെ വന്നായിരുന്നു അഫാന്റെ ഇതില്. അപ്പോൾ ആ സമയത്ത് നമ്മള് മദ്യത്തിന്റെ അംശത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അഫാൻ മദ്യം കഴിച്ചിരുന്നു, പക്ഷെ അത് വലിയ തോതിൽ മദ്യം കഴിച്ചിരുന്നില്ല. എലിവിഷത്തിന്റെ അംശമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് തന്നെയാണ് ഈ പരിശോധനയിലും വ്യക്തമായിരിക്കുന്നത്. അതും വലിയ തോതിൽ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അഫാന്റെ അതൊരു നാടകമായിരുന്നു ആ ഒരു എലിവിഷം കഴിക്കലൊക്കെ അല്ലെ. ഈ രാസപരിശോധന ഫലമൊക്കെ വന്നിട്ടുണ്ട്. അഫാന്റെ രാസപരിശോധന ഫലം, അതായത് അഫാൻ മദ്യം കഴിച്ചിരുന്നു, അതുപോലെ തന്നെ ഞാൻ എലിവിഷം കഴിച്ചിരുന്നു എന്ന കാര്യമൊക്കെ അഫാൻ വെളിപ്പെടുത്തിയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ എലിവിഷത്തിന്റെ അംശമൊക്കെ കണ്ടെത്തി, പക്ഷെ മദ്യത്തിന്റെ അംശമൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മാനസികാവസ്ഥയിലൊക്കെ അല്പം കുടിച്ചു, ആ ഒരു രീതിയിലല്ലേ. അപ്പോ രാസപരിശോധനയിൽ മറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ? വേറെ മദ്യത്തിൽ വിഷം ചേർത്താണ്, ഈ എലിവിഷം ചേർത്താണ് പ്രതി കഴിച്ചത്. അതിനുശേഷമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങി കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. പ്രതിയുടെ ആ സമയത്തുണ്ടായിരുന്ന ലഹരി ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മദ്യം അമിത അളവിൽ കഴിച്ചത് കൊണ്ടായിരിക്കാം ഇത്രയും കൃത്യങ്ങൾ ചെയ്തിട്ട് പ്രതിക്ക് വേറെ തരത്തിലൊന്നും ചിന്തയില്ലാതെ ഈ ക്രൂരമായി കൊലപ്പെടുത്തുക എന്നുള്ള ഒരു മൈൻഡ് മാത്രം ഉണ്ടായിരുന്നെന്നൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിന്റെ അംശമൊക്കെ കുറവ് തന്നെയാണ്. പക്ഷെ ഒരു തരത്തിലും ഒരു കൈ പോലും അറയ്ക്കാതെ തന്നെയാണ് എല്ലാ ക്രൂരകൃത്യങ്ങളും പ്രതി ചെയ്തിരിക്കുന്നത്. മദ്യത്തിന്റെ ആ ഒരു ആട്ടമോ അല്ലെങ്കിൽ ആ ഒരു ഒരു അസ്വസ്ഥത ഇല്ലാതെ തന്നെ എല്ലാം ചെയ്ത് കൂട്ടി എന്ന് വേണം നമുക്ക്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ നോക്കാം അല്ലെ. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ എപ്പോഴും ഇപ്പോൾ സജീവമായിട്ട് ഈ നമ്മൾ എന്തുകൊണ്ട് ഈ വിഷയം ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നു എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇത്രയും സമീപകാലത്ത് നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദിവസം ഓടി നടന്ന് ഒരു 23 ചെയ്ത് കൂട്ടിയ അതിക്രൂര കൊലപാതകങ്ങൾ അല്ലെ. അതൊരിക്കലും നമുക്ക് ഒരു വലിയ ഷോക്ക് ഉണ്ടാക്കുന്നത് തന്നെയായിരുന്നു. അത് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് ഒരു സംഭവം. പലർക്ക് ഈ വാർത്ത അല്ലെങ്കിൽ ഈ വിവരം ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. ഒരു ദിവസം കൊണ്ട്, അതും സ്വന്തം ഉമ്മയിൽ നിന്ന് തുടങ്ങി സ്വന്തം കൂടപ്പുറപ്പിനെ, രക്തബന്ധത്തെ, സ്വന്തം പോലെ സ്നേഹിച്ച കാമുകിയെ, ബന്ധുക്കളെ, ഉറ്റവരെ ഒക്കെ ഒരു 23 ഓടി നടന്ന് കൊലപ്പെടുത്തുന്ന ഈ സംഭവം സമീപകാലത്ത് കേരളം കേട്ട ഏറ്റവും വലിയ കൊലപാതകങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ ആ വിഷയത്തിന് അത്രയും പ്രാധാന്യമുണ്ട്, ആ വിഷയത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ വിഷയം ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് ആ ഒരു സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോഴും ഈ ചിലരൊക്കെ കേട്ട് മടുത്തു എന്ന് പറഞ്ഞാലും ഇതൊരു പാഠം തന്നെയാണ്. അതൊരിക്കലും പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ആവർത്തിച്ചത് കൊണ്ട് ഒരിക്കലും ആവർത്തന വിരസത തോന്നുന്ന സംഭവമല്ല. അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഭവമാണ്. ഒരു കേരളത്തെ ഇത്രയും നടുക്കിയ ഒരു ക്രൂര കൊലപാതകങ്ങൾ, അതും പണം ചോദിച്ചതിന്റെ പേരിൽ, അത് കൊടുത്തില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇത്രയും പേരെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു അത്രത്തോളം ഹീനമായ ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ മനോനില എന്ന് പറയുന്നത് പല യുവാക്കൾക്കുള്ളത് തന്നെയാണ്. ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചോളം അത്തരത്തിൽ പലരും ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്. പണം ചോദിച്ചില്ലെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോലും ആക്രമണകാരികളാകുന്ന മക്കളുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മിതത്വങ്ങളുണ്ട്. അതിനെപ്പറ്റി സൂചന നൽകുന്ന ഒരു സംഭവം കൂടിയാണിത്. പ്രത്യേകിച്ച് സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാ വീടുകളിലും ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് നൽകുന്ന ഒരു പാഠം കൂടിയാണ്. നമ്മൾ ഒരുപാട് കടം വാങ്ങിച്ച് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു സാമ്പത്തിക മിതത്വം പാലിക്കണം, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടൊരു കൺട്രോൾ, സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ വരുത്തിയില്ലെങ്കിൽ ചുമ്മാ പലിശ കൂട്ടുന്നു, കടം വാങ്ങിച്ചു കൂട്ടുന്നു, അത് നാളെ നമ്മളെ ഏതൊരു വിപത്തിലേക്ക് എത്തിക്കും എന്നതടക്കമുള്ള പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണിത് അല്ലേ. ലത്തീഫിനെ പോലും കൊലപ്പെടുത്തിയത് ലത്തീഫ് പണം ചോദിച്ചിട്ട് കൊടുത്തില്ല, ഇനി ഒരു ആഡംബരം വേണ്ട എന്നൊക്കെ ലത്തീഫ് ഉപദേശിച്ചത് കൊണ്ടായിരുന്നു ലത്തീഫിനോട് അമർഷം തോന്നിയതാണ് ഈ ഷെമി അപ്പോഴും പറഞ്ഞത്. അതൊരു മകനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള, മകൻ അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയെന്നുള്ള രീതിക്കുള്ള ഒരു ന്യായീകരണം ഇതിൽ പറയുന്നുണ്ട്. അവർ അപമാനിച്ചു എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോ പ്രത്യേകിച്ച് ഇന്നത്തെ പറയുന്നില്ല, നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കും. ഇപ്പൊ ലത്തീഫ് ചെയ്ത കുറ്റം എന്ന് വെച്ചാൽ ലത്തീഫ് ഉപദേശിച്ചു, ലത്തീഫ് മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തു. അതായിരുന്നു ലത്തീഫ് ചെയ്ത കുറ്റം അഫാനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ എന്തെങ്കിലും പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാത്ത കുറെ പേര് നമുക്ക് ചുറ്റുപാടും ഉണ്ട് അല്ലെ. നമ്മൾ പറയുന്നത് ഇപ്പൊ മൂത്തവർ ചൊല്ലുന്ന മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറയും. അതുപോലെ തന്നെയാണ് അബ്ദുൽ ലത്തീഫും പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ കടം വാങ്ങിച്ചു കൂട്ടിയ നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്, നീ എങ്ങനെ വിവാഹം കഴിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ഒരു ഉപദേശമായിരുന്നു അഫാന് കൊടുത്തത്. പക്ഷെ അഫാനെ സംബന്ധിച്ച്
അതൊക്കെ ഒരു പകയുണ്ടാക്കുന്ന സംഭവമായി മാറി. ലാസ്റ്റ് എന്തായി, അദ്ദേഹം ഒരു സൂചന കൊടുത്തോ, എന്തൊരു മുന്നറിയിപ്പ് കൊടുത്തോ, അതിലേക്ക് അങ്ങനെ ഒരു വിപത്തിലേക്ക് തന്നെ അവർ എത്തിച്ചേർന്നു, അഫാൻ എത്തിച്ചേർന്നു എന്നതാണ്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും ഒരുപോലെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഒരുപോലെ ഉൾക്കൊള്ളണമെന്നില്ല, അവർ നല്ല രീതിയിൽ എടുക്കണമെന്നില്ല. അത് നമ്മളോടുള്ള പകയായിട്ട് പലപ്പോഴും മാറുന്ന സാഹചര്യം ഉണ്ടാകും. അത് ആ ഒരു സംഭവം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാഠമാക്കി എടുക്കാവുന്നതാണ്. മറ്റുള്ളവരെയൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ തന്നെ ഉപദേശിക്കാം നമ്മള്. അതെ, അതിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നത് അപമാനിക്കുന്ന ചോദ്യമാണ് പോലും. അത് തന്നെയാണ് ഈ ലത്തീഫ് അടക്കമുള്ളവരൊക്കെ ഇത്തരത്തിൽ ആഡംബരം കാണിച്ച് ജീവിക്കുന്നതിലും പണിയെടുത്ത് ജീവിക്കണം എന്നൊക്കെ അവർ ഉപദേശിച്ചതൊക്കെയാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത്. അതൊക്കെ ഒരു വൈരാഗ്യം വരുത്തുന്ന ഒരു ചോദ്യമാണോ? പണിയെടുക്കുക എന്ന് പറയുന്നതും പണിയെടുത്താലേ കാലത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് കടം വാങ്ങി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളൊരു? തീർച്ചയായിട്ടും ഇന്നും ഇതുപോലെ ഇങ്ങനെ കടം വാങ്ങി അല്ലെങ്കിൽ ഓരോരോ ആവശ്യങ്ങൾക്ക് കടം വാങ്ങി അല്ലെങ്കിൽ ഇപ്പൊ ആവശ്യങ്ങൾക്കൊക്കെ ഓക്കെ, നമുക്ക് അത്യാവശ്യമൊക്കെ വരുമ്പോൾ ഒരു കടം വാങ്ങിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കടം വാങ്ങി ജീവിക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് പേര് പലിശയ്ക്ക് കടം വാങ്ങിക്കുക, കടം വാങ്ങി കൂട്ടുക. അപ്പോ സാമ്പത്തികപരമായിട്ട് ഇത്തരത്തിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഭാരിച്ച മറ്റേ ബാലികേറാ മലയൊക്കെ ഉണ്ടാക്കി വെക്കുക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങള്, നമുക്ക് അത്യാവശ്യങ്ങൾക്ക് നമ്മൾ പണം വാങ്ങിച്ച് അല്ലെങ്കിൽ കടം വാങ്ങിച്ച് നമ്മൾ പോറ്റുന്നതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷെ അനാവശ്യമായിട്ടുള്ള കടങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. നമ്മൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു നിയന്ത്രണമൊക്കെ, ഇപ്പോ ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിൽ കേസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കടം വാങ്ങിക്കേണ്ടി വന്നെന്നിരിക്കും. അതിനൊന്നും പ്രശ്നമില്ല. അതൊക്കെ നമ്മൾ അർജന്റ് കേസിലൊക്കെ കടം വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ അനാവശ്യമായിട്ട് ദൂർത്തിനും ആർഭാടത്തിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് വെറുതെ കടം വാങ്ങിച്ച് ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ തന്നെ സൃഷ്ടിക്കാതിരിക്കുക, അല്ലേ? അതെ, വേറൊരാൾ കമന്റ് ചെയ്തിട്ടുള്ളത്, ഹസ്ബൻഡിനോട് പറയാതെ മക്കളുമായിട്ട് കടം വാങ്ങി തിന്ന് ജീവിച്ചു, ആ ചെറിയ ചെറുക്കന്റെ കൂടെ ഇരുന്ന് സൂയിസൈഡ് വീഡിയോ കണ്ടു, ഇതൊക്കെ ഒരു അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഷമി തന്നെ പറയുന്നുണ്ട്, കുഞ്ഞു മോന്റെ കൂടെ ഇരുന്നു കൊണ്ട് എങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യാന്നുള്ള വീഡിയോകളൊക്കെ കണ്ടിരുന്നു എന്നുള്ളത്. ശരിക്കും ഒരു അമ്മയ്ക്ക് അങ്ങനെ സാധിക്കുമോ? ഉറപ്പായിട്ടും ഞാൻ ഇതിന് ഷമിയെ കുറ്റപ്പെടുത്തില്ല. കാരണം അവര് നിലതെറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞു മകനെ ഇരുത്തിക്കൊണ്ട് വാ നമുക്ക് ആത്മഹത്യ ചെയ്യാം, ആ ദൃശ്യങ്ങളൊക്കെ എടുക്കും, നമ്മൾ ഇങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു, അതൊരു നല്ല സന്ദേശമാണോ? അതൊരു നല്ല സന്ദേശമല്ല. പക്ഷെ ആ അമ്മയെ ഞാൻ ഒരിക്കലും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. കാരണം അവർ ആത്മഹത്യക്ക് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യണം. ആ കുഞ്ഞെന്ത് പിഴച്ചു? ആ കുഞ്ഞാണോ ഇങ്ങനെ കടങ്ങൾ വരുത്തിച്ചു വെച്ചത്? അത് കടം വരുത്തിച്ചു വെച്ചത് അപ്പാനും ഉമ്മയുമാണ്. എന്തിനാണ് ആ 9ാം ക്ലാസ് വിദ്യാർത്ഥി, അല്ലെ അവൻ പഠിച്ച് ഇനിയും പലതും നേടാനുള്ളത്? ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവര് പോയി ശരി, അവരുണ്ടൊരു ആത്മഹത്യ ചെയ്തു, അപ്പൊ അഫ്സാൻ ബാക്കിയൊക്കെ നേരിടണ്ടേ? റഹീമില്ലേ? ഇപ്പൊ ആരാണ് ബാക്കി? റഹീമിനെ പറ്റി അവര് ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. അവര് റഹീമിനൊന്നും അറിയിച്ചിട്ടില്ല, റഹീമിനോടൊന്നും പറഞ്ഞിട്ടില്ല. അവര് 3 പേരും കൂടി കടങ്ങളൊക്കെ വീട്ടാൻ റഹീമിന്റെ പണം അവർക്ക് ആവശ്യമായിരുന്നു. മറ്റു പല പറഞ്ഞിട്ടില്ലല്ലോ. റഹീമിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ കുഞ്ഞിനെ എന്തിനാണ് അവര് ഇരയാക്കിയത്? ആ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ അഫ്സാനെ മാത്രം അവർ ഒറ്റയ്ക്കിട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചാകും. ഞങ്ങള് പോയാ ശരി, ഈ കടവില നിൽക്കുന്നു, ഞാനും അഫ്സാനും കൂടി ആത്മഹത്യ ചെയ്യാം, അഫ്സാനെ മാത്രം ഈ കടത്തിന്റെ മുന്നിൽ ന്യായീകരിക്കുന്നതും അല്ല. പിന്നെ എന്തിനാണ് ഷമി ഇരുന്നു കൊണ്ട് തന്റെ മകന് മരിച്ചു, ആ ഇളയ കുഞ്ഞ് മരിച്ചു എന്ന് പറയുമ്പോൾ താനും ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആദ്യം നാടകം കളിച്ചത് എന്തിനായിരുന്നു? സ്നേഹം ഉള്ളതുകൊണ്ട്. അത് ഒരു അമ്മയുടെ മനസ്സ് മനസ്സിലാക്കണം ആദ്യം. അത് ആ അമ്മയുടെ മനസ്സെന്ന് പറയുന്ന ആത്മഹത്യ വീഡിയോ കാണിക്കുന്നതാണ്. ഒരിക്കലും അല്ല. ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ ആ അമ്മ നിലതെറ്റി ചിന്തിക്കുകയാണ്, ഇനി ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ പണം കൊടുക്കാനുണ്ട്, 4 പാട് കടമാണ്, കൊടുക്കാൻ ഒരു വഴിയില്ല, അപ്പൊ ഇനി ആത്മഹത്യ ചെയ്യാം. അപ്പൊ അവര് 2 മക്കളെയും ചേർത്ത് വെച്ചിട്ട് ആത്മഹത്യ എന്നൊരു പരിഹാരം ഒന്നും ഞാൻ പറയുന്നില്ല, അവരുടെ മുന്നിൽ അപ്പോ ഒരു പരിഹാരം ആത്മഹത്യയായിരുന്നു. അപ്പൊ അത് അവര് ചിന്തിക്കുകയാണ്. അതപ്പോ അവര് ഇളയ മകനെ വിട്ടേക്കുക, അല്ലെങ്കിൽ ഇളയ മകനെ ഞങ്ങൾക്കൊപ്പം വേണം, അവനെ വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ അവനെ ഈ പ്രതിസന്ധിയിലാക്കിയിട്ട് ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ എന്നല്ല അമ്മ ചിന്തിച്ചത്. ജീവിക്കാനുള്ള ഒരു അവകാശത്തെയാണ് അവിടെ ഇല്ലാതാക്കിയത്. ആ അമ്മ അത്രത്തോളം ക്രൂരയായതുകൊണ്ടാണ് ആത്മഹത്യ വീഡിയോകൾ ആ കുഞ്ഞു മകനെ ഇരുത്തിക്കൊണ്ട് കാണിച്ച് സെർച്ച് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകവും ആത്മഹത്യ നാടകത്തിലൊക്കെ പോകുന്നത്. അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, അമ്മ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് അമ്മയുടെ മനസ്സ്, അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഓരോരോ സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോൾ മാത്രമേ മനുഷ്യൻ ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ നമ്മളത് മനസ്സിലാക്കിയുള്ളൂ. അപ്പൊ ആ അമ്മ അപ്പൊ കടന്നുപോയത് ആ ഒരു മാനസികാവസ്ഥയിലൂടെ ആയിരുന്നു. ആത്മഹത്യ ചെയ്യാം, മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാം എന്നൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതിനു വേണ്ടിയിട്ട് മകനുമായിട്ട് വീഡിയോസ് കണ്ടു.
ആ ഉമ്മ മക്കളെ എത്രത്തോളം എങ്ങനത്തെ രീതിയിലാണ് മക്കളെ ട്രീറ്റ് ചെയ്തതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആഫാൻ ജയിലിൽ പോലും തനിക്ക് ചിക്കൻ വേണം, പൊറോട്ട വേണം, മീൻ വറുത്തത് വേണം എന്നൊക്കെ പറഞ്ഞ്, ഇന്ത്യൻ ക്ലോസറ്റ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു എന്താ പോലീസിനോട് പോലും കമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ശരി, നമുക്ക് മക്കളെ ഓരോന്ന് ബുദ്ധിമുട്ട് അറിയിച്ചതിനെ വളർത്തണം, മക്കൾക്ക് ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ മക്കളെ ഒരു എന്താ അവരെ പ്രതിസന്ധി അതൊക്കെ തരണം ചെയ്യാൻ ആ ഒരു വിധത്തിൽ വളർത്തണം എന്നൊക്കെ കാര്യം ഫാക്ട് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു നിമിഷത്തെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, എല്ലാവരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷത്തിൽ അവർ പോകുന്ന ഒരു സാഹചര്യം അത് നമ്മൾ പരിഗണിച്ചേ പറ്റുകയുള്ളൂ. ആ ഒരു നിമിഷം ഒരു ആത്മഹത്യനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. പക്ഷെ ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു നിമിഷം അവർ പോകുന്ന ഒരു സാഹചര്യം ഇല്ലേ, ആ ഒരു ചിന്തയില്ലേ, എന്താ ആത്മഹത്യയിലേക്ക് അവർ തിരിയുന്ന ആ ഒരു ചിന്തയില്ലേ, ആ ഒരു നിമിഷം അത് നമ്മൾ പരിഗണിക്കുക തന്നെ വേണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തായിരുന്നാലും ഇത്രത്തോളമായി നാളെ എന്ത് സംഭവിച്ചാലും അത് റഹീം അറിയുമെന്ന് ഈ കുടുംബത്തിന് അറിയാം. ഒരു വാക്ക് എന്തുകൊണ്ട് റഹീമിനോട് പറയാൻ തയ്യാറാവുന്നില്ല? ഈ 35 ലക്ഷം രൂപയുടെ കടമൊക്കെ ഈ ഷെമി എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി വാങ്ങി? അത് അവരെ കാര്യം അവരെ അറിയിച്ചില്ല, അവര് പറഞ്ഞില്ല, അറിയില്ല, അത് അവരുടെ കാര്യം. അല്ല, ഈ കടങ്ങളൊക്കെ വാങ്ങിയത് ഈ അഫ്സാൻ കാരണമാണോ? ഒരിക്കലുമല്ല. ആ അഫ്സാനെ കുറിച്ച് അധ്യാപകർക്ക് പോലും നല്ലൊരു കുഞ്ഞായിരുന്നു, ചിരിച്ചുകൊണ്ട് മാത്രമേ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുള്ളൂ. ആ കുഞ്ഞില്ലാത്തതിന്റെ ആ ഒരു വിടവ് ഇപ്പോഴും ആ സ്കൂളിൽ അത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ആ കുടുംബത്തിലൊക്കെ അഫ്സാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനോട് ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ ആ ഒരു കുഞ്ഞിനെ ജീവിക്കാനുള്ള ഒരു അവകാശത്തെ പോലും മിടുക്കനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അഫാൻ മിടുക്കനായിരുന്നു, പക്ഷെ അഫാന്റെ വയസ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഈ കുഞ്ഞിന്റെ വയസ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവൻ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ ജീവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. ഇത്രയും വിവരവും വയസ്സും ഒക്കെയുള്ള ഒരു ഉമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണോ ആത്മഹത്യാ വീഡിയോ കാണുക എന്ന് പറയുന്നത്? അത് അവർ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാന്ന പ്ലാനിലല്ലേ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടത്. ഞങ്ങൾക്ക് 3 പേർക്ക്, ഞാനും എന്റെ മക്കളും കൂടി മരണം തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു, ആ ഒരു ചിന്തയിൽ ആ അമ്മ എപ്പോഴോ എത്തിയപ്പോഴല്ലേ ആ വീഡിയോ കാണാമെന്ന് പറഞ്ഞത്. എന്ത് തന്നെയായിരുന്നാലും ഷെമി ആ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണെന്നാണ് ഞാനും പറയുന്നത്. പക്ഷെ അത് ന്യായീകരിക്കുന്നുമില്ല. എന്തായാലും ആ ഒരു ചിന്തയിലേക്ക് അവർ എത്തിയ ഒരു മാനസികാവസ്ഥയിൽ, ആ ഒരു അവസ്ഥയില്ലേ, അതിനെയാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല, ഒരിക്കലും ഞാൻ അത് അവർ ചെയ്തത് ശരിയാണ് എന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ അവരെന്തുകൊണ്ട് ആ ഒരു ചിന്തയിൽ എത്തി എന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ പരിഗണിച്ചേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോളൂ. എന്ത് തന്നെയായിരുന്നാലും ഷെമിയുടെ ആരോഗ്യനിലയിൽ ഇപ്പോ നേരിയ പുരോഗതിയുണ്ട്. കാരണം പലതും ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. നേരത്തെയൊക്കെ വാതുറന്ന് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഷെമിയുടെ അടുത്തേക്ക് ആളുകൾ വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും എന്തായാലും അന്വേഷണ സംഘം ഒരിക്കൽ കൂടെ മൊഴിയെടുപ്പ് എന്തായിരുന്നാലും നടത്തും. പ്രത്യേകിച്ച് കിളിമാനൂർ പോലീസ് മിക്കവാറും ഷമീന്റെ ഒരു മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസും പാങ്ങോട് പോലീസും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേരോടും അഫാൻ തന്നെ ആക്രമിച്ചുവെന്നും ആ ആക്രമണ രീതിയും ഒക്കെ ഷമി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും കിളിമാനൂർ പോലീസും ഇത്തരത്തിൽ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മെയിനായിട്ടും അറിയേണ്ടത് ഈ 35 ലക്ഷം രൂപ എന്തിനാണ് ഷെമി വിനിയോഗിച്ചതെന്നാണ് അറിയാനുള്ളത്. തീർച്ചയായിട്ടും അത് അറിഞ്ഞാൽ മാത്രമേ ഈ കേസിന് യഥാർത്ഥ കാരണം സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു, മറ്റെന്തെങ്കിലും പ്രകോപനമാണോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഇടപെടലാണോ എന്നതൊക്കെ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ഇനി ഒരു വ്യക്തത വരണമെങ്കിൽ ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഒന്ന് നന്നായിട്ട് കുറച്ചുകൂടി ഭേദമായ മാത്രമേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ മൊഴിയെടുപ്പ് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിലൊക്കെ ഇനിയും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഷെമി മാത്രമേ അതിന് വ്യക്തത നൽകാൻ സാധിക്കുകയുള്ളൂ. ചിട്ടിയുടെ കാര്യം, അതുപോലെ തന്നെ ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, ആർക്കൊക്കെ പണം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പലരും എന്തായിരുന്നാലും തങ്ങൾക്ക് പരാതി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ വന്ന വിവരമാണ്. അപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ളത് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും.